നമസ്കാരം ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ടൈം ടു ട്രാവൽ വിത്ത് ആർക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാശ്മീർ എന്ന സംസ്ഥാനത്തിലെ കാഴ്ചകളാണ് ഇനി വരുന്ന ഓരോ വീഡിയോകളും. കാശ്മീർ എന്ന പേരിൻ്റെ അർത്ഥം വരണ്ട ഭൂമി എന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ഭൂമിശാസ്ത്രപരമായ പ്രദേശമാണ് കാശ്മീർ. കാശ്മീരിൻ്റെ ആഹ്ലാദകരമായ പ്രഭാവലയം ഒരിക്കലും വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല. മഞ്ഞു വീഴുന്ന മലനിരകളും നിർമ്മലമായ തടാകങ്ങളും മനോഹരമായ പർവ്വതങ്ങളും ഇടതൂർന്ന വനങ്ങളും പച്ച പുൽമേടുകളും ഒഴുകുന്ന നദികളും എല്ലാം കാശ്മീരിനെ അതിമനോഹരമാക്കുന്നു. കാശ്മീരിൽ ശ്രീനഗർ, സോനോമാർഗ്, ഗുൽമാർഗ്, പഹൽഗാം എന്നീ പേരിലുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കാഴ്ച കാണാൻ പോയത്. ഓരോ സ്ഥലത്തും വ്യത്യസ്തപരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ജമ്മു കാശ്മീർ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, എല്ലാ പ്രധാന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തരുടെ തീർത്ഥാടന സ്ഥലം കൂടിയാണ്. വേനൽക്കാലത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ശ്രീനഗറിൽ നിന്ന് ഏകദേശം 141 കിലോമീറ്റർ അകലെ 3888 മീറ്റർ ഉയരത്തിലുള്ള അമരേന്ദ ഗുഹയിലേക്ക് ഇന്ത്യയുടെ എല്ലാ ദേശത്തു നിന്നും അമർനാഥ് ഭക്തജനങ്ങൾ എത്താറുണ്ട്. ദാൽ തടാകത്തിൻ്റെ തീരത്ത് ഹസ്രത് ബാൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ഇത് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. കാശ്മീരിൻ്റെ സംസ്കാരം ഒന്നിലധികം ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും മിശ്രിതമാണ്. ആയതിനാൽ കാശ്മീരിനെ അതിൻ്റെ വൈവിധ്യത്തിൽ കൂടുതൽ മനോഹരമാക്കുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും മുസ്ലിങ്ങളെയും ബുദ്ധമതക്കാരെയും ഇത് സംയോജിപ്പിക്കുന്നു. ജമ്മുവിൽ നിന്നും ശ്രീനഗർ വരെ ഏകദേശം ഒരു 8 മണിക്കൂറോളം യാത്രയുണ്ട്. സോ നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു 5-6 മണിക്കൂറോളമായി. സോ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഋതുക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഉറക്കം കഴിഞ്ഞ് എണീറ്റേ ഉള്ളൂ. ഋതുവിന് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഋതുമ്മ ചായ വേണ്ടേ? ഊത്തട്ടെ, കുടിച്ചോ. നമ്മൾ ഈ മാമൻ്റെ കടയിൽ നിന്ന് ചായ വാങ്ങി. കൊള്ളാം, നല്ല ചായ. അതുല്യയുടെ ശബ്ദമൊക്കെ അടഞ്ഞ് ഇപ്പം തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ എന്നുള്ള അവസ്ഥയായി. ശബ്ദം പുറത്തേക്കേ വരുന്നില്ല, ശബ്ദമൊക്കെ പോയി. നമ്മളെവിടെ എത്തി? ഇതെന്താ ഈ കിടക്കുന്നേ? ആ കിടക്കുന്നത് എന്താ? ബോട്ടാ? നമ്മൾ ഈ ബോട്ടിൽ കയറി കാണുന്ന അവിടെ ഉണ്ടല്ലോ, ദൂരെ വെട്ടം കാണുന്നുണ്ടല്ലോ, അവിടെ പോയി ഇന്ന് താമസിക്കും. എവിടെ പോയി താമസിക്കും? അങ്ങ് ദൂരെ ആ വെട്ടം കാണുന്നിടത്ത് പോയി താമസിക്കും. കേട്ടാ? ബോട്ട് കണ്ട? കാണട്ടെ. നിങ്ങൾ ബോട്ട് കണ്ടോ? ഇതാണ് ബോട്ട്. എന്താണ് ബോട്ട്? ഈ ബോട്ട് എല്ലായിടത്തും ചാടി പിടിക്കുന്ന രാത്രി ഒന്നും കാണാൻ പറ്റുന്നതൊക്കെ. നമ്മള് ഷിക്കാരയിൽ കയറിയായിരുന്നു. ഇനി ഇവിടുന്ന് ഹൗസ് ബോട്ടിലോട്ട് പോകണം. ജമ്മുവിൽ നിന്നും ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് കാശ്മീരെത്തി. ഇപ്പോൾ ശ്രീനഗറിലാണ്. ഇന്നത്തെ നമ്മുടെ സ്റ്റേ ഒരു ഹൗസ് ബോട്ടിലാണ്. ഇതാണ് ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റൂം. ഋതു ഭയങ്കര ഹാപ്പിയാണ്. കുറേ ഇവിടെ തുറന്നു നോക്കാനും തപ്പിത്തടയാനൊക്കെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഗ്ലാസ് ഒന്നും പൊട്ടിക്കരുത് കേട്ടാ. എവിടെ പോയാലും ചായ ഗ്ലാസ് പൊട്ടിക്കുകയാണ് ഉള്ള സ്ഥിരം ഹോബി. ഞങ്ങൾ താമസിച്ച അതേ ഹൗസ് ബോട്ടിൽ വേറൊരു ഫാമിലിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം. അവരാണിത്, അമ്മയും മകനുമാണ്. Introduce. Myself Prajalan. I am from Bangalore, Karnataka. Okay. So I came for tour for almost 7 days. So I have started my journey from Vaishnavi Devi Mandir, Jammu.
Katra, and it's my last day over here in Srinagar. Okay. And that's it. I'm today traveling from Srinagar to Bangalore. Okay. माँ का नाम बोलो. मेरा नाम नड़ीना. Okay. मैं मेरा बेटे के साथ जम्मू आया हूँ. Okay. जम्मू श्रीनगर पूरा घूम लिया, एंजॉय कर दिया. अच्छा, अभी बैक टू बैंगलोर. Okay. Thank you. ഇത് കിട്ടി ഇഷ്ടമായോടാ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ശ്രീനഗറിൽ ഇന്നലെ നമ്മൾ ഹൗസ് ബോട്ട് സ്റ്റേ കഴിഞ്ഞിട്ട് സോ നമ്മളിന്ന് ഷിക്കാര റൈഡ് ചെയ്യുകയാണ്. സോ ഷിക്കാരയുടെ ഋതുക്കുട്ടി നല്ല ഹാപ്പിനെസ് ആയിരിക്കുകയാണ്. അവൾക്ക് കൊള്ളാം ഇഷ്ടമായോ? സോ ശ്രീനഗറിലെ കാശ്മീരിൻ്റെ കാഴ്ച. ഈ കാണുന്നതെല്ലാം ഹൗസ് ബോട്ട്സ് ആണ് കേട്ടോ. പാക്കേജ് രീതി വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇല്ലെങ്കിൽ ഇവർ വലിയ ചാർജൊക്കെയാണ് ഈടാക്കുന്നത്. സോ പാക്കേജ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അവരെന്നെ എല്ലാം കെയർ ചെയ്തോളും. സോ 1 day സ്റ്റേ ആയിരിക്കും. ഓക്കെ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. കുछ नहीं चाहिए बोलो. ഋതുമ ഒരു ഹായ് പറഞ്ഞേ. അമ്മ താറാവ് ബാബാ വിളിച്ചേ ഋതുമ. വിളിക്കൂലേ? ആ ഹായ്. സോ അങ്ങനെ നമ്മളിപ്പോൾ ഷിക്കാര റൈഡ് കഴിഞ്ഞിട്ട് ഷാലിമാർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. സോ ഇവിടെ മുഗൾ ഗാർഡൻ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് ഒട്ടും വയ്യ. സോ ത്രോട്ട് ഇൻഫെക്ഷൻ. സോ അതുകൊണ്ട് ഒരു ഖാവ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നാൽ. ഇത് ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ ചുക്ക് കാപ്പി പോലത്തെ വേറൊരു ഐറ്റമാണ്. കുടിച്ചു നോക്കിയിട്ട് നമ്മുടെ നാട്ടിലെ ചുക്ക് കാപ്പി പോലെ തന്നെയാണ്. സോ കുറച്ച് അഡീഷണൽ എന്തൊക്കെ ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ, സോ ബദാം അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കൊള്ളാം. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനും പറ്റും നാട്ടിൽ. സോ ഇതാണ് ആ പാക്കറ്റ്. ഇതിൽ ചെറുത് വന്നിട്ട് 150 है ना भैया? 150 है ना? छोटा 295 का 195 195. वो बड़ा वाला 295. 10% डिस्काउंट. 10% ഡിസ്കൗണ്ട്. ഇതാണ് അവരുടെ കട. ഓക്കെ. സോ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇപ്പോൾ ഡിസ്കൗണ്ടിൽ പോകുന്നുണ്ട് സാധനം. സോ ഇത് വാങ്ങിച്ച് ഇതുണ്ടാക്കി നാട്ടിൽ നമുക്ക് കുടിക്കാം കേട്ടോ. ഉള്ളു കുടിച്ചേ നല്ലതാ. എങ്ങനെയുണ്ട് എങ്ങനെ? ആ അങ്ങനെ സൂപ്പർ. നമ്മൾ വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു ഗൈസ്. മൊത്തം പൂവും കരിഞ്ഞിരിക്കുക. ഇവിടുത്തെ കാഴ്ച വളരെ ശോകമാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു. മൊഹൽ ഗാർഡൻ കണ്ടതിന് ശേഷം നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ചഷ്മ ഷഹി ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ വരുമ്പോൾ തന്നെ ആർമിയുടെ സ്കാനിങ് ഒക്കെ ഉണ്ട്. ബാഗ് സ്കാനിങ്, നൈഫ് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒന്നും കൊണ്ടുവരാതിരിക്കുക. സോ ബാഗ് പ്രോപ്പറായിട്ട് അവർ ചെക്ക് ചെയ്ത് ബോഡിയും ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കടത്തി വിടുന്നത്. ഇഷ്ടമായോ? ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് പരിമഹൽ ഫോർട്ടിലേക്കാണ്.
സോ പരിമഹലിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസ് ഇവർ എടുത്തു തരുന്നതായിരിക്കും. ഇവിടുത്തെ പരമ്പരാഗത ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ആയിരത്തി അറുന്നൂറുകളുടെ മധ്യത്തിൽ മുഗൾ രാജകുമാരൻ ദാരാ ഷുക്കയാണ് പരീമഹൽ നിർമ്മിച്ചത്. അത് അദ്ദേഹത്തിന് ഒരു ലൈബ്രറിയും വാസസ്ഥലവുമായിരുന്നു. 1640, 45, 54 വർഷങ്ങളിൽ ദാരാ ഷിഹോ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും പഠിപ്പിക്കുന്നതിന് ഉപയോഗപ്രദമായ ഒരു നിരീക്ഷണശാലയായി ഇത് പിന്നീട് ഉപയോഗിച്ചു. ദാൽ തടാകത്തിന് അഭിമുഖമായി സബർവാൻ പർവ്വതങ്ങൾക്ക് മുകളിൽ മനോഹരമായി ഇരിക്കുന്ന യക്ഷികളുടെ കൊട്ടാരം എന്ന് വിവർത്തനം ചെയ്യുന്ന പരീമഹൽ ശ്രീനഗറിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. മുഗൾ രാജകുമാരൻ ദാരാ ഷിഹോ 7 ടെറസുകളുള്ള പൂന്തോട്ടങ്ങൾ അടങ്ങിയ ഘടനയായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ടെറസ് പൂന്തോട്ടങ്ങൾ ജമ്മു കാശ്മീർ സർക്കാരിൻ്റെ സ്വന്തമായി മാറി. ഷാജഹാൻ രാജാവ് തൻ്റെ മൂത്ത മകന് നൽകിയ സമ്മാനമാണിത്. നിങ്ങൾ ഓരോരുത്തരും ശ്രീനഗറിലായിരിക്കുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് പരീമഹൽ. സോ ഇന്ന് നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുന്നത് ലൈം വുഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. ഇതാണ് റൂം. ഓക്കെ, സോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് അവർ ടവലൊക്കെ വച്ചിട്ടുണ്ട്. സോ രണ്ടുപേർക്ക് ഇരുന്ന് സുഖമായിട്ടിരുന്ന് സംസാരിച്ച് ചായ കുടിക്കാനുള്ള സ്പേസ്. ഋതുക്കുട്ടി ഇവിടെ ഫുൾ അലമ്പിലാണ് കേട്ടോ. സോ അവൾക്ക് ഫ്രിഡ്ജ് തുറക്കണം, കബോർഡ് തുറക്കണം, ചായ കുടിക്കണം, TV കാണണം. ഓക്കെ, സോ ഇത് ബാത്റൂം. നീറ്റ് ആൻഡ് ക്ലീൻ, ഹൈജീനിക്. സോ ഹീറ്ററുണ്ട്, നല്ലൊരു വാഷ് സ്പേസ്. അടുത്ത വീഡിയോയിൽ സോൾമാർഗിലുമായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളായിരിക്കും വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പ്ലീസ് സപ്പോർട്ട് മീ. സോ നല്ല നല്ല കാഴ്ചകൾ എടുക്കുവാനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടിയാൽ മാത്രമേ എനിക്ക് സാധിക്കൂ. ഹാവ് എ ഗുഡ് ഡേ.